ദുബായിലെ മറീനയുടെയും ട്രാം സർവീസിൻ്റെയും കാഴ്ചകളിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കല്ല് വിരിച്ച് മനോഹരമാക്കിയ വാക്ക്വേയിലൂടെ മറീനയിലെ ട്രാം സർവീസ് കാണാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. 2014 ഇവിടെ 11 സ്റ്റോപ്പുകൾ മാത്രമുള്ള ട്രാം സർവീസ് ആരംഭിച്ചത്. വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിലൂടെ തന്നെയാണ് ട്രാമുകളും സർവീസ് നടത്തുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ അനുവാദമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഇതുപോലെ വേലിക്കെട്ടുകളുണ്ട്. അൽ സുഫോ റോഡ് മുതൽ ജുമൈര ബീച്ച് റെസിഡൻസ് 1 എന്ന സ്റ്റേഷൻ വരെയുള്ള ദൂരം യാത്ര ചെയ്യുന്നതിന് ഏകദേശം 40 മിനിറ്റ് വേണ്ടിവരും. ഓരോ 8 മിനിറ്റിലും ട്രാമുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. കിങ് സുലൈമാൻ ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റ് എന്നൊരു ബോർഡ് ഇവിടെ കാണുന്നുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു കാറ്റർ പില്ലറിനെ പോലെ ഒരു ട്രാം സാവധാനം കടന്നു വരുന്നത് കണ്ടു. ട്രാം റോഡ് ക്രോസിംഗ് ഉള്ള സ്ഥലത്തെത്തുമ്പോഴാണ് ഇങ്ങനെ മണിയടി ശബ്ദമുണ്ടാക്കുന്നത്. 400ഓളം ആളുകളാണ് ഓരോ ട്രാമിലും യാത്ര ചെയ്യുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മെഷീൻ്റെ ബട്ടണിൽ വിരലമർത്തി വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പുറത്ത് പച്ച സിഗ്നൽ കണ്ട ശേഷം മാത്രമേ ക്രോസ് ചെയ്യാൻ അനുവാദമുള്ളൂ. അല്ലാത്ത പക്ഷം 250 ദിർഹംസ് വരെ ഫൈൻ ലഭിക്കാൻ ഇടയുണ്ട്. ഞാനിപ്പോൾ മറീനയിലെ ട്രാം സ്റ്റേഷൻ നോക്കി നടക്കുകയാണ്. ട്രാം എൻട്രി, ട്രാം ദിസ് വേ. ഓക്കെ, താങ്ക്സ്. നോൾ എന്ന കാർഡ് സ്വൈപ്പ് ചെയ്ത് മാത്രമേ ട്രാമിൽ യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. കാർഡ് റീചാർജ് ചെയ്യുന്നതിനാവശ്യമായ ചെറിയ ദിർഹംസിൻ്റെ നോട്ട് എൻ്റെ കയ്യിലില്ലാത്തതിനാൽ ചേഞ്ച് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പുറത്തിറങ്ങി. എന്നാൽ ഇവിടെയുള്ള പ്രോമനേഡുകളും വാട്ടർ ഫ്രണ്ട് ഏരിയയും കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് കരുതി. ഇവിടെ ആളുകൾ ജോഗിങ്ങിനും സൈക്കിൾ സവാരി നടത്തുന്നതിനുമുള്ള സുന്ദരമായ പാതയിലൂടെ കുറേ നേരം ചുറ്റി നടന്നു. ഓൺലൈനായി പണമടച്ച് ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക് സൈക്കിളുകളാണിവ. നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോഡ് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്ത് സൈക്കിളിലെടുക്കാം. ആവശ്യം കഴിഞ്ഞ് ഇതുപോലെയുള്ള മറ്റേതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ലോക്ക് ചെയ്താൽ മതി. ഈ മറീനയിലൂടെ സാധാരണ ബോട്ടുകളും ക്രൂയിസ് ബോട്ടുകളും ആഡംബര ബോട്ടുകളും എല്ലാം സർവീസ് നടത്തുന്നുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ച് ആവശ്യത്തിന് ചേഞ്ച് സംഘടിപ്പിച്ച ശേഷം ഞാൻ വീണ്ടും ട്രാം സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നു. ഞാൻ നിൽക്കുന്നത് ദുബായ് മറീന ട്രാം സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ട്രാം കയറാം എന്ന് തീരുമാനിച്ചു.
ഏത് സ്റ്റേഷനിലേക്ക് കയറിയാലും 3 ദിർഹംസാണ് ചാർജ് വരുന്നത്. ടിക്കറ്റ് ചാർജിന് വേണ്ടി കാർഡ് സ്വൈപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ട്രാമിൻ്റെ ഉൾവശത്താണ്. അധികം തിരക്കൊന്നും കാണാനില്ല. വലിയ ചില്ല് ജാലകത്തിലൂടെ പുറമെയുള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇതിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് രസകരമായൊരു അനുഭവം തന്നെയാണ്. ജുമൈര റെസിഡൻസ് 1 എന്ന സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ ട്രാമിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു. ഇവിടെ നിന്ന് മറീന ബീച്ചിലേക്ക് നടക്കാനാണ് എൻ്റെ തീരുമാനം. ഉയരം കൂടിയ അപ്പാർട്ട്മെൻറ്റുകളും ഹോട്ടലുകളും എല്ലാമാണ് ഇവിടെ ചുറ്റുഭാഗത്തുമുള്ളത്. റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച മനോഹരമായ ഒരു മേൽപ്പാലമാണിത്. അതിലേക്ക് കയറുമ്പോഴാണ് ട്രാം റൂട്ടിലൂടെ മറ്റൊരു ട്രാം പോകുന്നത് കണ്ടത്. ട്രാമിൻ്റെ യഥാർത്ഥ വലിപ്പം ഇപ്പോൾ കാണാനായി. ഇവിടെ ഇതാ ഇവർക്ക് എൻ്റെ ക്യാമറ കണ്ടതോടുകൂടി ആവേശമായി. റോഡ് ക്രോസ് ചെയ്ത് വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മനോഹരമായി നിർമ്മിച്ച ഒരു മേൽപ്പാലമാണിത്. മഴയും വെയിലും കൊള്ളാതെ എല്ലാ ഭാഗത്തേക്കും ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയും. ഇതിൽ നിന്നും ലിഫ്റ്റ് വഴി താഴെ ഇറങ്ങിയാണ് ഞാൻ ബീച്ച് സൈഡിലേക്ക് പോകുന്നത്. ചെയ്തു വെച്ചിട്ടുണ്ട്. ബീച്ചിൻ്റെ അടുത്തെത്തുന്നതോടുകൂടി ധാരാളം സഞ്ചാരികളെ കണ്ടു തുടങ്ങി. വൃത്തിയായി സംരക്ഷിച്ചു പോരുന്ന പ്രോമനേഡിലൂടെ വെറുതെ നടക്കുന്നത് തന്നെ ഒരു രസമാണ്. ത്തിൽ ദൂരെ കാണുന്ന ജയന്റ് വീൽ മനോഹരമായൊരു കാഴ്ചയാണ്. എല്ലാ പ്രായക്കാർക്കുമായി കടലിൽ ഉല്ലസിക്കുന്നതിനുള്ള ധാരാളം വിനോദോപാധികൾ ഇവിടെയുണ്ട്. സന്ധ്യയാകുന്നതോടെ കടലിന് ഒരു പ്രത്യേക സൗന്ദര്യം കൈവന്നിരിക്കുന്നു.
കടലിൽ കുളിക്കുന്നതിനാവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളും ലഭിക്കുന്ന കടകളാണ് ഇതെല്ലാം. കുറേ നേരം കൂടി കടൽ തീരത്ത് ചുറ്റി നടന്ന ശേഷം ഞാൻ അവിടെ നിന്നും മടങ്ങി. കെട്ടിടങ്ങളിലെല്ലാം വിളക്കുകൾ തെളിഞ്ഞതോടെ ഒരു മായികമായ അനുഭവം ഇവിടെ കൈവന്നിരിക്കുന്നു. എനിക്ക് മടങ്ങിപ്പോകാനുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് ഞാനിപ്പോൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം.